ഇതിനിടയ്ക്ക് വേറൊരു കക്ഷിയുണ്ടല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ജയിലിൽ പോയി നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ രാഹുൽ ഈശ്വർ. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ തുടരുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. വെള്ളവും കഴിച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 4ാമത്തെ ദിവസമായി. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനുള്ള കുറ്റം ചെയ്തിട്ടില്ലെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. കേസിൽ 4ാം പ്രതിയായ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. സന്ദീപ് വാര്യരെ ഫേസ്ബുക്കിലേ കാണാനുള്ളൂ. പുറത്തിറങ്ങി സന്ദീപ് വാര്യരുടെ പ്രകടനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കാണുന്നില്ല. പുറത്തിറങ്ങിയ പൊക്കാനുള്ള സാധ്യതയുണ്ട്. സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷ ഇന്നും പരിഗണിക്കുമെന്നുള്ളതാണ്. വല്ലാതെ ഒരു പ്രവൃത്തിയായിപ്പോയി. എന്തായാലും ഇതാണ് ഈ വേലിയിൽ ഇരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിലിട്ടിട്ട് നിൽക്കുന്ന പരിപാടിയാണ് സന്ദീപ് വാര്യരും ഈ രാഹുൽ ഈശ്വരും കാണിച്ചത്. ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഹരി, ഈ രാഹുൽ ഈശ്വരന്റെ കാര്യം എന്താണ്? ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? SIT ജാമ്യഹർജി എതിർക്കുമോ ഇന്നും? അതായത് അരുൺ, ആദ്യം ഈ സെഷൻസ് കോടതിയിലായിരുന്നു രാഹുൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. പക്ഷേ അത് പിന്നീട് പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത് ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ വാദം കേൾക്കുകയാണ് ഇന്നുണ്ടാവുക. അതേസമയം തന്നെ സന്ദീപ് വാര്യർ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിലും ഇന്ന് വാദം കേൾക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് രാഹുൽ ഈശ്വർ ടെക്നോ പാർക്കിലെ ഓഫീസിലായിരുന്നു ആദ്യ തെളിവെടുപ്പ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ലാപ്ടോപ്പ്, തൻ്റെ ഒരു ലാപ്ടോപ്പ് കൂടി അവിടെ ഉണ്ട് എന്ന് രാഹുൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. പക്ഷേ അല്ലെങ്കിൽ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നുമില്ല. അപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന്റെ ഭാഗമായി രാഹുലിനെ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ഐപാഡ് ഒരു സുഹൃത്ത് വേറൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൃത്യമായി ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ മാറ്റേണ്ടപ്പോൾ മാറ്റുകയും ഒളിപ്പിക്കേണ്ടപ്പോൾ ഒളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് രാഹുൽ ഈശ്വർ പിന്തുടരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ, അതായത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഒരു വാദമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതേ കോടതിയിൽ തന്നെ സന്ദീപ് വാര്യർ ഉന്നയിക്കുന്ന ഒരു കാര്യം, നേരത്തെ തന്റെ പ്രൊഫൈലിലിട്ടിരുന്ന അക്കൗണ്ടിലിട്ടിരുന്ന ഒരു വിവാഹ ചിത്രം എടുത്ത് മറ്റു ചിലർ പ്രചരിപ്പിച്ചതാണ്. അതിൽ തനിക്ക് പങ്കില്ല. ആ പ്രചരണം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ താൻ അത് ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് താനായിട്ടല്ല അത് പ്രചരിപ്പിച്ചത് എന്നടക്കമുള്ള വാദമുഖങ്ങളാണ് സന്ദീപ് വാര്യർ ഉയർത്തുന്നത്. പക്ഷേ സന്ദീപ് മറ്റ് ഫോൺ കോളുകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രത്യക്ഷമായിട്ട് സന്ദീപിനെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ കേസിലെ മറ്റു പ്രതികൾ കൂടിയുണ്ട്. 1, 2, 3 പ്രതികളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള രഞ്ജിത പുളിക്കൽ ഇന്നലെ വീണ്ടും സാമൂഹ്യ മാധ്യമത്തിൽ അതിജീവിതയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അക്കാര്യം ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതിലും ഒരുപക്ഷെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. അരുൺ, ശരി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും വലിയ പണി കൊടുത്തതിൽ ഒരാൾ രാഹുൽ ഈശ്വരാണ്. പിന്നീട് ഒരാൾ ഇപ്പോൾ സന്ദീപ് വാര്യരാണ്. കൂടെ നിൽക്കുന്നവരും സൈബർ പടയുമാണ് ഇത്രയും കാര്യം വഷളാക്കിയത്. കാര്യങ്ങൾ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് അനാവശ്യമായിട്ടുള്ള ആവേശം കാണിച്ചത്.